यस हेलो चो हाय नमस्ते कैसे हैं आप सब। बहुत बढ़िया, हम आए हैं नए सेशन के साथ। ആത്മത്രാൺ यानी ആത്മത്രാൺ क्या है ആത്മത്രാൺ? സ്വയം രക്ഷ എന്ന് പറയുന്ന ആ സ്വയം രക്ഷയെക്കുറിച്ച് എന്താണ് ഈ കവിതയുടെ അകത്ത് പറയുന്നത് നമുക്ക് നോക്കിയാലോ। रविंद्रनाथ ടാഗോർ ജിയാണ് ഈ ഒരു കവിത എഴുതിയത്। इसको जो हिंदी में अनुवाद किया है हमारे हजारी प्रसाद द्विवेदी जी। सो ഈ कविता के अंदर क्या है ओके ബംഗാളി ഭാഷയിൽ എഴുതിയതാണ്। रविंद्रनाथ ടാഗോർ ജിയാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് ആത്മത്രാൺ എന്ന് പറഞ്ഞ ഒരു കവിത। इसको हिंदी में किसने अनुवाद किया എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ हमारे जो हजारी प्रसाद द्विवेदी जी ആണ് अनुवादक के रूप में यहाँ प्रस्तुत। तो ठीक है बच्चों, सो कविता की ओर चलता है, सीधा कविता की जो आशय की ओर चलता है। വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ആത്മത്രാൺ കവിതയെ നമ്മൾ മനസ്സിലാക്കാൻ പോക്കാണ്। വളരെ സിമ്പിൾ ആണ്। क्या है इसके अंदर बच्चों? रविंद्रनाथ ടാഗോർ जी द्वारा रचित आत्मत्राण एक अद्वैत प्रार्थना गीत है जो हमें आत्मविश्वास और स्वावलंबन का पाठ पढ़ाता है। सो ആത്മവിശ്വാസവും ആ ഒരു സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആ ഒരു സെൽഫ് റിലയൻസും ഒക്കെയാണ് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്। ഓക്കെ, ആ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് റിലയൻസും ഒക്കെയാണ് അദ്ദേഹം തൻ്റെ ആത്മത്രാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കവിതയിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്। മറ്റു പ്രാർത്ഥനാ ഗീതം പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്। എന്തുകൊണ്ടാണ് തികച്ചും വ്യത്യസ്തമാവുന്നത് നമുക്ക് നോക്കാം। ഓക്കെ, क्या है इसमें कवि ईश्वर से अपने जीवन की विपत्तियों या दुखों से दूर करने की मांग नहीं करते। എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്। എന്താണ് ഈശ്വരനോട് എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഈശ്വര മാറ്റിത്തരൂ എന്ന് പറയുന്നില്ല, മറിച്ച് എന്താണ് ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ള ശക്തി തരാനാണ് ആര് ആവശ്യപ്പെടുന്നത്? രവീന്ദ്രനാഥ ടാഗോർ ജി പറയുന്നത് മുझे शक्ति दो, ओके मैं खुद ये मुसीबतों को पार कर सके, मुझे आपकी जो मदद चाहिए, ऐसे मदद नहीं आप सब कुछ करे, मैं करूंगा सब कुछ मगर आप मुझे शक्ति दो। എനിക്ക് ശക്തി മാത്രം തന്നാൽ മതി, ബാക്കി പരിപാടിയൊക്കെ ഞാൻ തന്നെ സൂപ്പറായിട്ട് ചെയ്തോളാം। ഓക്കെ ക്ലിയർ റെഡി। वे मुसीबतों का निडरता से सामने करने की जो शक्ति और साहस मांगता है। പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മുന്നിൽ വരുന്ന സമയത്ത് എന്ത് രീതിയിലുള്ള ശക്തിയാണ്? പേടിയില്ലാതെ, നിഡറൊക്കെ നിർഭയൊക്കെ ഈ പ്രശ്നങ്ങളെ പേടിയില്ലാതെ ഭയമില്ലാതെ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ശക്തിയാണ് ഈശ്വരനോട് ആഗ്രഹിക്കുന്നത്, ഈശ്വരനോട് പറയുന്നത്। അല്ലാതെ ഈശ്വരൻ തന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനല്ല, മറിച്ച് ഈശ്വരൻ അതിലേക്കുള്ള ഒരു ശക്തി കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈശ്വരനോട് ആവശ്യപ്പെടുന്നത്। അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ ഗീതം മറ്റു പ്രാർത്ഥനാ ഗീതങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട്। ठीक है बच्चों, concept is very easy। ठीक है रेडी। सो അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ കവി कहते हैं, കവി ആവശ്യപ്പെടുവാൻ പറയാണ് यदि दुख के समय कोई सहायक ना मिले, ദുഃഖത്തിന്റെ സമയങ്ങളിൽ ഒരു സഹായകം കിട്ടിയിട്ടില്ലെങ്കിലും तो भी उनका अपना पौरुष कम ना हो, അപ്പോഴെന്താണ് അവർ തൻ്റെ ആ ഒരു പൗരുഷ് यानी പരാക്രം കം നാ ഹോ, ആ ഒരു തൻ്റെ ആ ഒരു അതിജീവനത്തിലുള്ള ആ ഒരു ശക്തി ഒരിക്കലും കുറയരുത് എന്നാണ് പറയുന്നത്। ജീവൻ മേ ധോക്കായ നുക്സാൻ മിൽനെ പർ ഭി, ജീവിതത്തിൽ ഒരുപാട് ചതിയും വഞ്ചനയും അതുപോലെ തന്നെ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും എന്താണ്? മനസ്സെ ഹാർ നഹി മാനന ചാഹത്തെ ഹെ, മനസ്സുകൊണ്ട് തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കവി। ഓക്കെ, സോ നമ്മൾ പോലും അങ്ങനെയാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലും മനസ്സുകൊണ്ട് നമ്മൾ തോൽക്കരുത്, അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ പോരാടണം എന്നാണ് കവി പറയുന്നത്। കവി ഈശ്വർ സെ അപ്നാ ബോझ ഹൽക്ക കർനെ യാ സാന്ത്വന ദേനെ കി ജോ കോയി ഉമ്മീദ് नहीं करते, ഈശ്വരനിൽ നിന്നാണ് എൻ്റെ പ്രശ്നങ്ങളൊന്ന് കുറച്ചതാ അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ താ എന്നൊന്നല്ല കവി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്। ओके, वे केवल उस बोझ स्वयं ढोने यानी स्वयं वह करने की जो क्या है शक्ति चाहता है, जो स्वयं वहन करने की जो शक्ति चाहता है, मगर ईश्वर से कभी वो मांगते हैं कि आप इसे कम करवा दो, ये बोझ है, ये बोझ को कम करवा दो, ऐसा नहीं मांगते हैं। എൻ്റെ ഭാരമാണ്, ഈ ഭാരം ഒന്ന് കുറച്ച് തരൂ, ये जिम्मेदारी मेरा जो जिम्मेदारी कम करो, എൻ്റെ ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറക്കൂ എന്നല്ല കവി ആവശ്യപ്പെടുന്നത്, മറിച്ച് എന്താണ് ആവശ്യപ്പെടുന്നത്? जो सहन करने की जो शक्ति मांगते हैं। ओके, सुख के दिनों में भी वो ईश्वर हर पल क्या होता है, ये वेरी इंपॉर्टेंट है। ഇനിയുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിക്കോളൂ। क्या है सुख में सब सुमिरन करे यानी नहीं दुख में सब सुमिरन करे। കബീർദാസ് ജി പറഞ്ഞൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്, ദുഃഖത്തിൽ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു, പക്ഷെ സുഖത്തിൽ ആരും സ്മരിക്കുന്നില്ല അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, സുഖം ഉണ്ടാകുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഈശ്വരനോട് താങ്ക് യു പറയുന്നൊന്നുമില്ല അല്ലേ? അതൊക്കെ നമ്മൾ നേടിയതാണ്। അപ്പോൾ പോലും കവി ആഗ്രഹിക്കുവാണ്, ദുഃഖത്തിലും ഞാൻ നിന്നെ ഓർക്കുന്നു, അതുപോലെ സുഖത്തിലും ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും എന്നാണ് കവി ഈശ്വരനോട് പറയുന്നത്। ഓക്കെ, സുഖ കെ ദിനോ മേ ഭി ഈശ്വർ കോ ഹർ പൽ വിനമ്രത സെ യാദ് രഖ്നാ ഹേ, നമുക്ക് ജീവിതത്തിൽ സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ എപ്പോഴും വിനമ്രത के साथ സിംപ്ലിസിറ്റിയോടുകൂടി ഈശ്വരനെ ഓർക്കണമെന്നാണ് കവി ആവശ്യപ്പെടുന്നത്। ഓക്കെ, കവി പ്രാർത്ഥന करते हैं, കവി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്। ജബ് ദുഃഖ की रात में पूरी दुनिया उन्हें धोखा दे, ദുഃഖമാകുന്ന അന്ധകാരമാകുന്ന ഈ ഒരു രാത്രി
ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ആൾക്കാർ എന്നെ കബളിപ്പിച്ചാലും പറ്റിച്ചാലും ആൾക്കാർ എന്നെ ധോഖാ ദേന പറ്റിച്ചാലും കബളിപ്പിച്ചാലും ഒക്കെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും मैं आप पर शक नहीं करूंगा, आप पर संदेह नहीं करूंगा, आप पर संशय नहीं करूंगा. താങ്കളിൽ ഞാൻ ഈശ്വരനോ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സംശയിക്കത്തില്ല എന്നാണ് കവി പറയുന്നത്. ഓക്കെ റെഡി. തബ് ഈശ്വർ पर उनका विश्वास या संशय कभी कम ना हो എന്നാണ് പറയുന്നത്. ठीक है. സോ ഒരിക്കലും ഈശ്വരനെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ആരൊക്കെ എന്നെ കുറ്റം പറഞ്ഞാലും ഈശ്വരനോടുള്ള എൻ്റെ ആ ഒരു വിശ്വാസം ഒരിക്കലും കുറയത്തില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരിക്കലും ഈശ്വരനാണ് എനിക്ക് പണി തന്നത് എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഇത് ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ട ഒരു കാര്യമാണ്. ആ സമയത്തിൽ എനിക്ക് ഈശ്വരൻ എനിക്ക് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ മറികടന്നാൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്നെ ഞാൻ ബെറ്റർ ആവും. അതിനുവേണ്ടി ഈശ്വരൻ തന്നെ എനിക്ക് തന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഒരിക്കലും ഈശ്വരൻ എന്നെ പറ്റിച്ചോ കബളിപ്പിച്ചോ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ എനിക്ക് പണി തരാൻ വേണ്ടി തന്നതാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. എപ്പോഴും ഈശ്വരനോടുള്ള ആ ഒരു വിനമ്രത വിശ്വാസം ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും എന്നാണ് കവി പറയുന്നത്. ഈ കവിത ഈശ്വർ पर निर्भरता के बजाय स्वयं को मजबूत बनाने की जो प्रेरणा देती है. ईश्वर पर निर्भर ना रहने की जो बजाय ഈശ്വരനിൽ അടക് ഹോക്കർ, ഈശ്വരനാണ് എല്ലാം ചെയ്യുക, ഈശ്വരനെ അർപ്പിച്ചാൽ മതി, ഈശ്വരൻ തന്നെ എല്ലാം നോക്കിക്കോളും എന്ന് പറയുന്നതിലുപരി ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം ഈശ്വരനിൽ വിട്ടുകൊടുക്കുന്നു. പഠിച്ചിട്ടില്ല, ഈശ്വരൻ എനിക്ക് എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊന്നല്ല. മറിച്ച് എന്താണ്, എല്ലാം ഈശ്വരനിൽ നിന്ന് വിട്ടുകൊടുക്കുന്നത്. ഈശ്വരനിൽ നിർഭർ ഹോനെ ഹഠാക്കെ ഈശ്വരനിൽ തന്നെ എല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, സ്വയം ക്യാ ഹേ മസ്ബൂത് ബനാനെ ജോ പ്രേരണ ദേത്തെ. സ്വയം ഒന്ന് സ്ട്രെങ്ത് ആയിട്ട് സ്വയം സെൽഫ് റിലയൻസോടുകൂടി സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറണം. നമ്മൾ തന്നെ പ്രവർത്തിച്ചാലാണ് ഈശ്വരൻ്റെ ആ ശക്തി കൂടെ വർക്ക് ആവുക. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. അല്ലാണ്ട് എല്ലാം ഈശ്വരനിൽ വിട്ടുകൊടുത്താൽ ഒരിക്കലും ഒന്നും നടക്കത്തില്ല. സോ ഈ ഒരു കാര്യമാണ് ഈ കവിതയിലൂടെ, ആത്മത്രാൺ എന്ന് പറഞ്ഞുള്ള ഒരു കവിതയിലൂടെ ആര് നമ്മളോട് പറയുന്നത്, രവീന്ദ്രനാഥ് ടാഗോർജി പറയുന്നത്. ठीक है बच्चों, इसका जो कंप्लीट चैप्टर एनालिसिस हमने किया है, ഇതിന്റെ കംപ്ലീറ്റ് ചാപ്റ്റർ അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ. അതുപോലെ തന്നെ എജുപോർട്ട് ആപ്പിൽ ഇതിന്റെ കംപ്ലീറ്റ് ചാപ്റ്റർ അനാലിസിസ് അവൈലബിൾ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നും നമ്മൾ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തിന്റെ വൺ ഷോട്ടും ഇതൊരു 120 ആണെങ്കിൽ ഒരു 60 സെക്കൻഡ് ഇതിലും കൂടുതൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി റെഡിയാക്കിയിട്ടുണ്ട്. സോ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണം ഒക്കെ എജുപോർട്ടിൽ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എജുപോർട്ട് ആപ്പിൽ നിങ്ങളും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിമ്മൻ സാർ എജുപോർട്ട് എന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ് CBSE ക്ലാസ് 10 ആണെങ്കിൽ അങ്ങനെ എഴുതണം. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, നമ്മുടെ എജുപോർട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി തരാവുന്നതാണ്. ठीक है बच्चों. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ആത്മത്രാൺ എന്ന കവിതയുടെ ഇതിൻ്റെ ഒരു മലയാളം വേർഷനും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ അയച്ചു തരാവുന്നതാണ്. പഠിച്ചാൽ മതി, നല്ലൊരു മാർക്കിലേക്ക് എല്ലാവരും എത്തട്ടെ. हम करेंगे बेहतर इस दुनिया को. तो ठीक है बच्चों, तो मिलते हैं अगले चैप्टर के साथ. कैसा लगा आपकी जो फीडबैक एक्सपीरियंस कमेंट में डालना ना भूलना. ठीक है, तो मिलते हैं अगले चैप्टर के साथ. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.